മറ്റത്തൂരിലെ കൂട്ടക്കൂറുമാറ്റത്തിൽ ബി.ജെ.പി. പിന്തുണയെ എതിർത്തയാളെ സ്വാധീനിക്കാൻ ശ്രമിച്ച് വിമത നേതാക്കൾ. പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷിനെ വിമത നേതാവ് ടി.എം. ചന്ദ്രനാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ രേഖ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ബി.ജെ.പി. ഡീൽ ആരോപിച്ച് മന്ത്രി എം.പി. രാജേഷും രംഗത്ത് വന്നു. മറ്റത്തൂരിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുകയാണ്. ബി.ജെ.പിയുമായുള്ള സഖ്യത്തിൻ്റെ പേരിൽ പാർട്ടി നടപടി നേരിട്ട ഈ നേതാക്കളൊക്കെ തന്നെ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുക തന്നെയാണെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ബി.ജെ.പിയുമായുള്ള സഖ്യം അത് യാതൊരു വിധത്തിലും ഒരു അപ്രതീക്ഷിതമായി ഉണ്ടായതല്ല. ബി.ജെ.പി. അവരുടെ ഭാഗത്തു നിന്നും മാത്രം ഉള്ളൊരു നിലപാടായി തന്നെ ഇവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ് എന്നുള്ളത് പൂർണ്ണമായും തള്ളുന്ന തരത്തിലുള്ള ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അക്ഷയ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ വിജയിച്ച 8 കോൺഗ്രസ് അംഗങ്ങളിൽ ഒരാൾ. അദ്ദേഹം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത്. ഈ ടി.എം. ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായാണ് അത്തരത്തിൽ രാജിവെച്ചതെന്ന് ഈ ഒരു ശബ്ദരേഖയിൽ കൃത്യമായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഈ ബി.ജെ.പിയുമായുള്ള സഖ്യത്തിന് ശേഷവും ഇത്തരത്തിൽ ഇവർ തമ്മിൽ ഉള്ള ഒരു ഈ കൂട്ടുകെട്ട് അതിൻ്റെ പേരിൽ ഈ അക്ഷയ് എന്ന് പറയുന്ന വ്യക്തി പഞ്ചായത്ത് അംഗത്വം തന്നെ രാജിവെക്കാനായി ഒരുങ്ങുമ്പോൾ അതിനെ പിന്തിരിപ്പിക്കുകയാണ് ടി.എം. ചന്ദ്രൻ. അക്ഷയ്ക്ക് ഈ സ്ഥാനം കിട്ടിയത് കൊണ്ടാണ് അക്ഷയ്ക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്നത് അല്ലേ? ഇഷ്ടണ്ടായിരുന്നു. ബി.ജെ.പിയുടെ സപ്പോർട്ടോടെ പ്രസിഡന്റ് ആയ ആള് രാജിവെക്കാണ് ഞാൻ വരില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആൾക്ക് പാർട്ടിന്ന് രാജിവെച്ച നമ്മൾ 8 മെമ്പർമാരും ഒരിക്കലും അങ്ങനെ രാജിവെച്ചതൊന്നും സ്വതന്ത്രരാവില്ല. എല്ലാവരും അങ്ങനെ ചെയ്യില്ലേ? അപ്പൊ അതല്ല വിഷയം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ ശക്തമായ നിലപാടുകളുമായി കോൺഗ്രസ് മുന്നോട്ട് വരുന്നു. വി.ഡി. സതീശൻ ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ മറ്റത്തൂരിലെ വിമതർ ഒരു കൃത്യമായൊരു സമവായത്തിന് അല്ലെങ്കിൽ ബി.ജെ.പിയുമായി ഒരു തരത്തിലുള്ള സഖ്യവും ഇല്ല എന്നൊരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല. ഒറ്റ കോൺഗ്രസ് അംഗങ്ങളും ബി.ജെ.പി. പോയിട്ടില്ല, ഒരാളും പോയിട്ടില്ല. അവര് ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു, അവർക്ക് ബി.ജെ.പിയും കൂടി സപ്പോർട്ട് ചെയ്തു. അതാണ് പാർട്ടിയുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്. അതിനാണ് നടപടിയെടുത്തത്. എന്ത് സാഹചര്യത്തിനാണ് നടപടിയെടുത്തത്? ആ സാഹചര്യം ഇല്ലാതായ പിന്നെ എന്താ പ്രശ്നം? മാത്രമല്ല മന്ത്രി എം.പി. രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇത് താഴെ തട്ടിലുള്ള മാത്രം പ്രശ്നമല്ല, ബി.ജെ.പിയുമായുള്ള സഖ്യം മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ ഉണ്ടെന്നുള്ളൊരു ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിൽ വോട്ടിന്റെ കണക്ക് വന്നില്ലേ? ബി.ജെ.പി. ജയിച്ച സ്ഥലത്തെല്ലാം 100-ൽ താഴെ വോട്ടല്ലേ ഉള്ളൂ കോൺഗ്രസിന്. ഡീൽ അവിടെ മാത്രമല്ല, മുകൾ മുതലുണ്ട്. ഓരോ ദിവസവും പ്രവർത്തക സമിതിയിലെ അംഗങ്ങളുടെ പ്രസ്താവന RSSനെ പുകഴ്ത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മറ്റത്തൂരിൽ ഇപ്പോഴും രാഷ്ട്രീയ സാഹചര്യം കലങ്ങി മറിഞ്ഞ് തന്നെയാണ്. ഒരു കൃത്യമായൊരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ ബി.ജെ.പിയുമായുള്ള സഖ്യം അവസാനിപ്പിക്കാനോ അവിടെയുള്ള വിമതർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ചർച്ചകൾ ഇപ്പോഴും ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.